ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കൂളൊക്കെ തുറന്ന എല്ലാവരും നല്ല തിരക്കിലല്ലേ. അപ്പോൾ രാവിലത്തെ കുറച്ച് ക്ലീനിങ്ങും അടുക്കള ജോലിയും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇന്നൊരു മോർണിംഗ് ക്ലീനിങ് റുട്ടീൻ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുണി അലക്കാനുള്ളതെല്ലാം വേഗം വാഷിംഗ് മെഷീനകത്തേക്ക് ഇടുവാണേ. പിന്നെ പോക്കറ്റിലൊക്കെ ടവലും പേനയും ഒക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് മാറ്റുകയും പിന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ നൈറ്റിയിലൊക്കെ പിന്നുണ്ടാവുമേ, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് തുണികൾ മെഷീനകത്തേക്ക് ഇടുന്നത്. കല്ലിൽ അലക്കാനുള്ളതെല്ലാം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തുണി അലക്കാനുള്ളതൊക്കെ മെഷീനകത്തിട്ട് ഞാൻ അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അരി ആദ്യം ഒന്ന് കഴുകി, അത് കഴിഞ്ഞേച്ചാൽ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്ന 2 പ്രാവശ്യം ചൂടുവെള്ളം ഒഴിച്ച് കഴുകും. പിന്നെ ഒരു 3-4 വട്ടം പച്ചവെള്ളം ഒഴിച്ചും കഴുകുവേ. അങ്ങനെ നന്നായിട്ട് തിരുമ്മി കഴുകി. ഇപ്പം എൻ്റെ കൈ ഫോണുള്ളതുകൊണ്ട് നന്നായിട്ട് തിരുമ്മി കഴുകാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ചേച്ച് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അരിയൊക്കെ അടുപ്പിലിട്ടു. പിന്നെ ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ തലേദിവസം കറിക്കുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും ചിരണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ ചക്ക കൊണ്ട് എരിശ്ശേരി വെക്കണം. പിന്നെ ക്യാരറ്റും കപ്പളങ്ങായും കൊണ്ട് തോരനും കേട്ടോ വെക്കുന്നത്. വഴുതനങ്ങ 2-3 ദിവസമായി പറിച്ച് വെച്ചിട്ട്. ഇനിയിപ്പോൾ അത് ഇരുന്നാൽ വാടിപ്പോയെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ അതും കൂടെ മെഴുക്കുരട്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ വാടിയില്ലെങ്കിലും ചേട്ടായിക്ക് അങ്ങനെ കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കൂട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പഴകിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി പോകുക. കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ ഇരിപ്പുണ്ടേ. ചക്ക ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാനത് കറി വെക്കാമെന്ന് വിചാരിച്ചേ. തേങ്ങയും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഉണക്കക്കാന്താരിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഉണക്കക്കാന്താരി എന്നാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാന്താരിയൊക്കെ എവിടുന്നെങ്കിലും കുറേ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറേ കാന്താരി ഉള്ളപ്പോഴോ നമ്മൾ നല്ല വെയിലത്ത് ഇട്ട് ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. നമ്മൾ മാങ്ങയൊക്കെ ഉണങ്ങി സൂക്ഷിക്കാറില്ലേ, അതുപോലെ തന്നെ കാന്താരി ഉണങ്ങി വെക്കാറുള്ളതാണ്. അരപ്പിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചക്കയും അരപ്പും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുകയോ ചെയ്തേ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉള്ള ചക്കയ്ക്കകത്ത് വെള്ളമൊക്കെ കയറിയതായിരിക്കും, നല്ല വെള്ള നനവും ഉള്ളതായിരിക്കും കേട്ടോ. നമുക്ക് വേവിക്കാനാണെങ്കിൽ കുക്കറിൽ വേവിച്ചാൽ പായസം പോലെ ആയിപ്പോകും. ഇതിപ്പോൾ കറിക്കായതുകൊണ്ട് ഞാൻ കുക്കറിൽ വേവിച്ചതാണേ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് തേങ്ങായും ചെറിയുള്ളിയും വറ്റൽമുളക് എൻ്റെ അടുത്തില്ലായിരുന്നു, അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. കറിവേപ്പില എല്ലാം കൂടെ മൂപ്പിച്ച് ചക്കയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുവാണ്. ഞാനിപ്പോൾ ആക്കിയ പോലെ ഇത്തിരി കട്ടിയിലിരിക്കുന്ന പരുവത്തിലാക്കാം, അതല്ലെങ്കിൽ ചെറുതായിട്ടൊരു ചാറ് വരുന്ന രീതിയിലും ഇങ്ങനെ ചക്ക എരിശ്ശേരി വെക്കാം കേട്ടോ. പിന്നെ ആവുന്ന സാധനങ്ങൾ അപ്പം ഞാൻ മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ വിളമ്പി കൊടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അവരവർക്ക് ആവശ്യമുള്ളത് അവരവരെടുത്ത് കഴിച്ചോളും. അതുകൊണ്ട് ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ കൊണ്ടുവച്ചാൽ എനിക്ക് പകുതി പണി കഴിഞ്ഞു. പിന്നെ ചേട്ടായിക്കും അക്കുനും ഒക്കെ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പാക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞേച്ച് ചേട്ടായും പിള്ളേരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി പോവുകയാണേ മുറ്റത്തേക്ക്. എനിക്ക് രാവിലെ വിശക്കത്തില്ല കേട്ടോ. എനിക്കൊരു 9:30 ഒക്കെ ആകുമ്പോഴാണ് വിശപ്പൊക്കെ വരുന്നത്. അപ്പോൾ രാവിലെ എത്ര നേരം ഉണ്ടെങ്കിലും ഞാൻ ചേട്ടായും പിള്ളേരൊന്നും കഴിക്കുന്ന സമയത്ത് കഴിക്കാറില്ല. എനിക്ക് അന്നേരം വിശക്കത്തില്ല, അതുകൊണ്ട് കഴിക്കത്തില്ല. അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ രാവിലെ പല്ലൊക്കെ തേപ്പിച്ച് മേലൊക്കെ കഴിയിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞാൽ തുണി വിരിക്കാൻ വേണ്ടി വന്നേ. തുണി വിരിക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ തന്നെ കോഴിക്കൂട്ടിലൊന്ന് വന്ന് നോക്കും. കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് മുട്ടയുണ്ടെങ്കിൽ അതൊക്കെ എടുത്തും പോരും ആ കൂട്ടത്തിൽ തന്നെ. തലേദിവസം തന്നെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കുന്നത് കൊണ്ടും പിന്നെ തേങ്ങ ചിരണ്ടി വെക്കുന്നത് കൊണ്ടൊക്കെ രാവിലെ ചോറും കറിയൊക്കെ വെക്കാൻ നല്ല എളുപ്പം കേട്ടോ. പിന്നെ ചോറും കറിയും വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പരമാവധി ക്ലീനിങ് ഞാൻ തീർക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം പണികളൊക്കെ തീർക്കാമല്ലോ. പിന്നെ ഞാൻ ആ ചക്ക കറി വെച്ചില്ലേ, എരിശ്ശേരി വെച്ചില്ലേ, അതിനകത്ത് ഞാൻ ചക്കക്കുരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. കുറച്ച് ചക്കക്കുരും കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. 8:40 ആകുമ്പം ചേട്ടായി അക്കവും പോകും. അവർ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് അകമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടും. പിന്നെ ജനലൊക്കെ തുറന്നിടുകയോ അല്ലെങ്കിൽ കർട്ടനൊക്കെ ഒന്ന് മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ തന്നെ മുറിയിലൊരു നല്ല വൃത്തിയായ പോലെ കേട്ടോ. ചില സ്ഥലത്തൊക്കെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളിടത്ത് ജനലൊക്കെ തുറക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ജനലൊക്കെ തുറന്നിടാമല്ലോ. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചേട്ടായി ആയാലും അക്കു ആയാലും ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കും. പിന്നെ ചില സാഹചര്യത്തിൽ മടക്കാതൊക്കെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാനൊന്ന് മടക്കി വെച്ച് അകമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ ഇടും. കുഞ്ഞിപ്പെണ്ണിന് 9:20 ആകുമ്പോഴാണ് വണ്ടി വരുന്നത്. അടിച്ചു വാരുന്ന കൂട്ടത്തിൽ അക്കുവിൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും മേശയൊക്കെ ഒന്ന് ഒതുക്കി അവിടെയൊക്കെ ഒന്ന് നീക്കി പറക്കി അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട്. ഇത് കുഞ്ഞിപ്പെണ്ണിൻ്റെ ബുക്കും പുസ്തകമൊക്കെ വെക്കുന്ന മേശയാണ്. അവൾക്കാകെ 2-3 ബുക്കല്ലേ ഉള്ളൂ. അവൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് മതി.
നമ്മുടെ ടി വി ഒക്കെ പോയതിന് ശേഷം പിന്നെ ടി വിയുടെ മേശ ഇത് കുറേ വർഷമായതാണ് കേട്ടോ. എന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഒരു ചക്രം പോലെ താഴെ ഉള്ളത് കൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും തൂക്കാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അതിലാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് അതിൽ വെച്ചല്ല പഠിക്കുന്നത്. പഠിക്കാൻ അവൾക്ക് കുഞ്ഞ് സ്റ്റൂളും കുഞ്ഞ് മേശയൊക്കെ ഉണ്ട്. അക്കു പഠിക്കാൻ വേണ്ടി എടുക്കുന്ന മേശ ഒരു പഴയ മോഡൽ മേശയാണ് കേട്ടോ. അതിന് 3 ഡ്രോയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ബുക്കൊക്കെ കൊള്ളും. കുറേ ബുക്കുകളൊക്കെ കൊള്ളും അതിനകത്ത്. അവൾ അതിനകത്താണ് വെക്കുന്നത്. പിന്നെ അത് തുണികളൊക്കെ തേക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന മേശ അത് തന്നെയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് ബസ്സൊക്കെ കയറ്റി വിട്ട് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുവാണേ. രാവിലെ നല്ല തിരക്കായിരിക്കും. എല്ലാവരെയും പറഞ്ഞു വിടലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് ക്ലീനിങ്ങും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ആ കൂടെ. അപ്പോൾ നല്ല തിരക്കായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിപ്പെണ്ണും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പണികളൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ 1 മണിക്കൂർ നേരത്തെ പണികളൊക്കെ തന്നെ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞല്ലോ. എവിടെയെങ്കിലും ഇരുന്ന് പോവുകയോ അല്ലെങ്കിൽ ഫോൺ നോക്കുകയോ ഒക്കെ ചെയ്താൽ അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് അത് രണ്ടും ഞാൻ ചെയ്യത്തില്ല. വേഗം പണികളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം കേട്ടോ ഫോണൊക്കെ കൊണ്ട് ഇരിക്കാറുള്ളത്. ഇനിയിപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. ഞാൻ പാത്രങ്ങളെല്ലാം രാവിലെ തന്നെ എല്ലാം കഴുകി തീർത്തതായിരുന്നു. ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം ചെറിയ ചെറിയ പാത്രത്തിലേക്കാക്കി മാറ്റി ചീനച്ചട്ടിയും കുക്കറും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴുകാനുണ്ട്. ചില കേടായി പോകുന്ന കറികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കറികളൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി കൗണ്ടർ ടോപ്പും പിന്നെ സിങ്കും എല്ലാം ക്ലീൻ ആക്കി ഇടുവാണ്. ഞാൻ ആദ്യം പാത്രമൊക്കെ വെറുതെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കളയും. അത് കഴിഞ്ഞിട്ടാട്ടോ സോപ്പൊക്കെ ഇട്ട് കഴുകുന്നത്. അല്ലെങ്കിൽ ആ ബ്രഷയിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടേ അഴുക്കും മണവും പിന്നെ വേഗം അഴുക്കാവുകയൊക്കെ ചെയ്യുക ബ്രഷ്. അതുകൊണ്ട് ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കും. അത് കഴിഞ്ഞിട്ടാണ് സോപ്പൊക്കെ ഇട്ട് കഴുകുന്നത്. പിന്നെ എന്നും രാത്രിയിൽ ഈ ബ്രഷൊക്കെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് ഉണക്കി വെക്കും. രാവിലത്തേക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത്. ഞാൻ ചോറാട്ടോ കഴിച്ചത്. രാവിലെ ചോറ് കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കലുണ്ടാവത്തില്ല. രാവിലെ പലഹാരം എന്തെങ്കിലുമാണ് കഴിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. അതുകൊണ്ട് ഇന്നിനിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ചോറൊന്നും വേണ്ടി വരില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഭക്ഷണത്തിലും ഓരോ രീതികളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഓരോ പണികൾ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലൊരു ഓർഡർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ എളുപ്പം പണി ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇപ്പോൾ രാവിലെ ആർക്കും ചായ ഒന്നും നിർബന്ധമില്ല. ഇനി എപ്പോഴെങ്കിലും കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ വെക്കുന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ടൊരു ചായ കുടിക്കലൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് രാവിലെ വേഗം എഴുന്നേറ്റ പാടെ ചോറും കറിയും വെക്കാനുള്ള പണിയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഓരോ വീടുകളിൽ ആദ്യം ചായയൊക്കെ വെച്ച് കുടിച്ചേച്ചല്ലേ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ രാവിലെ എന്താണോ കറി വെക്കുന്നത് അത് തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ കറി വെക്കലൊന്നും ഉണ്ടാവത്തില്ല. ഇനിയിപ്പോൾ അഥവാ ചോറോ കറിയോ ഒക്കെ തികയാതെ വരുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുന്നേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും വെപ്പൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ വല്ല ഇറച്ചിയോ മീനോ വല്ലതും കറി വെക്കണമെങ്കിലും ഈ ക്ലീനിങ് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അതൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതും തീരത്തില്ല ഇതും തീരത്തില്ല. പാത്രം എല്ലാം കഴുകാനും അടിക്കാനും തുടയ്ക്കാനും എല്ലാം കിടക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ 10:40 ആയിട്ടുണ്ട് സമയം. ഞാൻ റൂമൊക്കെ തുടച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഹോളും അടുക്കളയും കൂടെ തുടയ്ക്കാനേ ഉള്ളൂ. ഞാൻ എന്നും തുടയ്ക്കുന്നതുകൊണ്ടും നമ്മുടെ ചെറിയ വീടായതുകൊണ്ടും തുടയ്ക്കാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. 15 മിനിറ്റൊക്കെ തന്നെ ധാരാളം മതി. തുടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഡൈനിങ് മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ വിടുന്നതിന് മുമ്പേ അകമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയതായതുകൊണ്ട് പിന്നെ അടിച്ചു വാരിയിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പുൽത്തൈലവും ഡെറ്റോളും എല്ലാം മിക്സ് ആക്കിയിട്ടാണ് തുടച്ചതും മേശ തുടച്ചതും എല്ലാം അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് തുണികൾ കല്ലിൽ അലക്കാനുണ്ടായിരുന്നു. അത് രാവിലെ അലക്കാൻ നേരം കിട്ടത്തില്ല കേട്ടോ. അത് എല്ലാവരും പോയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് അലക്കത്തുള്ളൂ. അല്ലെങ്കിൽ സ്കൂളിൽ വിടൽ സമയമൊക്കെ ഒരു കണക്കാവുമേ. ചില ദിവസങ്ങളിൽ കുറേ തുണികളൊക്കെ ഉണ്ടാവും കല്ലിൽ അലക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് കുത്തി തിരുമ്മി എടുക്കുവാണേ. ഈ തുണികളൊക്കെ അലക്കി പിഴിഞ്ഞ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോഴിക്കൂട്ടിൽ ഒന്നുകൂടെ പോയി നോക്കും. കുറച്ച് തീറ്റയും കൂടെ കോഴിക്കൊക്കെ കൊടുത്തേച്ച് പിന്നെ വൈകുന്നേരം കേട്ടോ തീറ്റ കൊടുക്കുന്നത്. നമ്മൾ കോഴിക്ക് തീറ്റ മേടിച്ച് കൊടുക്കുമല്ലേ, ആ തീറ്റ കുറച്ച് തിന്നുമ്പോഴേ അവരുടെ വയറ് നിറയും. അവർക്ക് ഒരുപാട് തിന്നാനൊന്നും പറ്റില്ല കേട്ടോ. എന്നാൽ കോഴിക്ക് ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന തീറ്റ കേട്ടോ അത്. കോഴിത്തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാരണ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ചോളത്തിൻ്റെ ഒരു പൊടി പോലത്തെ സംഭവം കൂടെ മേടിക്കും. അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ചേട്ടാ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ കോഴിക്ക്. ഇങ്ങനത്തെ കൂടായതുകൊണ്ട് മുട്ട എടുക്കാൻ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. മുട്ട കുത്തി കുടിക്കത്തൊന്നുമില്ല കേട്ടോ. ചില കോഴികൾ ഭയങ്കര മുട്ട കുത്തി കുടിക്കലായിരിക്കുമല്ലോ. കാൽസ്യത്തിന് കുറവായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും കാൽസ്യത്തിന് മരുന്നും ഗുളികയൊക്കെ നമ്മൾ കൊടുത്താലും കോഴികൾ മുട്ട കുത്തി കുടിക്കും കേട്ടോ. അവർക്കതൊരു വീക്ക്നെസ്സാണ്. വൈകുന്നേരം ആയാലും കോഴിക്കൂട്ടിൽ തീറ്റ ഉണ്ടെങ്കിൽ വേറെ തീറ്റ കൊടുക്കത്തില്ല. അവരത് തിന്ന് തീർത്തതിന് ശേഷമേ കൊടുക്കത്തുള്ളൂ. അധികമായാൽ അവർ കൊക്കുകൊണ്ട് തട്ടി തട്ടി നിലത്തേക്കിട്ട് വെറുതെ വേസ്റ്റാക്കി കളയുമേ. പിന്നെ കോഴിക്ക് പുല്ലരിഞ്ഞ് കൊടുക്കൽ, മഴ പെയ്തില്ലെങ്കിൽ ചെടിക്കും പച്ചക്കറിക്കും വെള്ളം ഒഴിക്കൽ, മുറ്റമടിക്കൽ അങ്ങനത്തെ പണികളൊക്കെ വൈകുന്നേരമാണ് ചെയ്യാറുള്ളത്. 11 മണിയോ അല്ലെങ്കിൽ 11:30 ആകുമ്പോഴത്തേന് പണികളൊക്കെ കഴിയും. ഇന്നിപ്പോൾ കുറച്ച് തുണി അലക്കാനുള്ളായിരുന്നു. അതുകൊണ്ട് 11 മണിയായപ്പോഴത്തേക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം അലക്കിയ കുറച്ച് തുണികൾ ഷെഡിൽ കിടപ്പുണ്ടായിരുന്നേ. നന്നായിട്ട് ഉണങ്ങിയതാണ്. അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കുക.
ഇനിയിപ്പോൾ വൈകുന്നേരം വരെ നമുക്കിഷ്ടമുള്ള എന്ത് കാര്യം ചെയ്യാനും ഫ്രീ ടൈം കേട്ടോ. എനിക്ക് പിന്നെ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ കുറേ പേരുടെ വീഡിയോ ഒക്കെ കാണും. പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ വൈകുന്നേരമാണ് സാധാരണ എല്ലാ വീടുകളിലും ഉള്ള പോലെ തന്നെ തിരക്കുകളൊക്കെ തുടങ്ങുന്നത്. അന്നേരമാണ് ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കുകയും തേങ്ങ ചിരണ്ടി വെക്കുകയൊക്കെ വൈകുന്നേരമാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുകയില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും വയ്യാഴികയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പകൽ കിടന്നുറങ്ങാനും ഒക്കെ പറ്റുമല്ലോ. ഉറങ്ങുന്നത് നല്ലതൊന്നുമല്ല, എന്നാലും വയ്യാഴികയൊക്കെ ഉള്ളപ്പോൾ നമുക്കൊന്ന് കിടക്കണമെന്നൊക്കെ തോന്നിയാൽ കിടക്കാമല്ലോ. ഇവിടെ ഫോൺ വെക്കാൻ. ഫോണൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും നോക്കി എഴുതണമെങ്കിൽ അവിടെ ഫോൺ വെക്കാം. ഇതെൻ്റെ കസിൻ്റെ മേശയാണ്. അവൾ ഇവിടെ നിന്ന് പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ അവൾ പോയപ്പോൾ ഇവിടെ വെച്ചിട്ട് പോയതാട്ടോ. ഞാനെന്നും ഈ ഒരു ഓർഡർ അനുസരിച്ചാണ് എൻ്റെ പണികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നല്ല വെയിൽ.